വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് താഴെ വീണ് ഗുരുതരാവസ്ഥയിലായിരുന്ന കുരുന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. തൃപ്പൂണിത്തുറയിൽ താമസിച്ചിരുന്ന അൻപു രാജിന്റെ മകൻ മാത്യു ആണ് ജീവൻ മരണ പോരാട്ടത്തിനൊടുവിൽ വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഒരു കൂട്ടം ആംബുലൻസ് ഡ്രൈവർമാരുടെ പ്രയത്നമാണ് കുഞ്ഞു മാത്യുവിന്റെ ജീവൻ തിരികെ ലഭിക്കാൻ ഇടയാക്കിയത്. വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് കാൽ വഴുതിയാണ് മാത്യു വീണത്. ആദ്യം സൺഷെയ്ഡിലേക്കും തുടർന്ന് മുറ്റത്തേക്കും കുട്ടി തെറിച്ചു വീഴുകയായിരുന്നു. നിലവിളി കേട്ട് അച്ഛൻ അൻപുരാജും അമ്മയും ഓടിയെത്തുമ്പോൾ മകന് ബോധം നഷ്ടമായിരുന്നു. വരുന്ന വഴിക്കാണ് കൊച്ചു സിക്കായത്. കുഞ്ഞ് സിക്കാവുകയും വിളിച്ചിട്ട് അനക്കമില്ലാതിരിക്കുക, ബോധം പോയ അവസ്ഥയിലായിരുന്നു. അന്നേരമാണ് കുഞ്ഞിന് നമ്മൾ CPR ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. CPR സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഞ്ഞ് ഉണർന്നു വരികയും ചെയ്തു, കുഞ്ഞ് ഛർദ്ദിക്കുകയും ചെയ്തു. ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരുടെ പരിശ്രമമാണ് കുഞ്ഞു മാത്യുവിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത്. മാത്യുവിനെ തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ എത്തിക്കാനായി ആംബുലൻസ് ഡ്രൈവർമാർ തന്നെ മുന്നിട്ടിറങ്ങി. വിദഗ്ധ ചികിത്സയ്ക്കായി കളമശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കുഞ്ഞിന് വീണ്ടും ബോധം നഷ്ടമായി. ഇതോടെ ആംബുലൻസിലെ സഹഡ്രൈവറായ ജോമോൻ കുഞ്ഞിന് CPR നൽകി ജീവൻ വീണ്ടും തിരിച്ചുപിടിച്ചു. അവിടെ നിന്നും വിദഗ്ധ പരിശോധനയ്ക്കായി ICU സംവിധാനമുള്ള ആംബുലൻസിൽ മാത്യുവിനെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. കളമശ്ശേരിയിൽ നിന്ന് രാജഗിരിയിലേക്കുള്ള യാത്ര വേഗത്തിലാക്കാൻ ആംബുലൻസുകളും ഓട്ടോ ഡ്രൈവർമാരും കൈകോർത്തു. ഞങ്ങൾക്ക് കളമശ്ശേരിയിൽ തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആംബുലൻസിന്റെ 2 വണ്ടി പൈലറ്റ് ഉണ്ടായിരുന്നു. അവരാണ് നമ്മളെ വഴിയൊക്കെ ഒരുക്കുക. കാരണം അവിടുന്ന് ഇറങ്ങുമ്പോൾ മുതൽ ആംബുലൻസുകാർ മാത്രമല്ല, ഓട്ടോക്കാരും പിന്നെ യൂണിയൻ തൊഴിലാളികൾ എല്ലാവരും ഉണ്ട്. ഇടുങ്ങിയ റോഡാണല്ലോ, അപ്പൊ നമുക്ക് വണ്ടി കൊണ്ട് അത്ര സ്പീഡിൽ വരാൻ പറ്റത്തില്ല. അൻപുരാജിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ആലുവ രാജഗിരി ആശുപത്രി മാനേജ്മെന്റ് ചികിത്സാ ചെലവ് ഏറ്റെടുത്തു. ആംബുലൻസ് വാടകയും ഒഴിവാക്കി നൽകി. മാത്യുവിന്റെ ജന്മദിനം രാജഗിരി ആശുപത്രിയിലെ സ്റ്റാഫുകളുടെ നേതൃത്വത്തിൽ ആഘോഷമാക്കി. ഒടുവിൽ ആശുപത്രിവാസം അവസാനിപ്പിച്ച് മാത്യു മടങ്ങുമ്പോൾ അച്ഛൻ അൻപുരാജിന് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: നീങ്കെ അൻപാർന്ന മനിതർ. ന്യൂസ് മലയാളം, കൊച്ചി.